സെൻറ്റൻസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എത്ര സെൻറ്റൻസസ് ഉണ്ട്? 4 തരം സെൻറ്റൻസസ് ഉണ്ട്. അതായത് അതിന് ആദ്യം ക്ലാസിഫൈ ചെയ്യുന്ന സെൻറ്റൻസസ് ബൈ പേർപ്പസ് ആയിട്ടും സെൻറ്റൻസസ് ബൈ സ്ട്രക്ചർ ആയിട്ടുമാണ് 2 തരമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്ജക്ട് സെൻറ്റൻസസ് ബൈ പേർപ്പസും സെൻറ്റൻസസ് ബൈ സ്ട്രക്ചറുമാണ് ഉള്ളത്. 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ സെൻറ്റൻസസ് ബൈ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഈ ടൈപ്പിൽ സെൻറ്റൻസസ് ബൈ പേർപ്പസിൽ 4 തരമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്, ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ്, ഇംപറേറ്റീവ് സെൻറ്റൻസസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അപ്പോൾ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ ഉണ്ട്. നമ്മൾ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, സ്കൈ ഈസ് ബ്ലൂ അല്ലേ? ആകാശത്തിൻ്റെ കളർ എന്താ? നീലയാണ്, ഓൾറെഡി നീലയാണ്. അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തതാണ്. ഓൾറെഡി അവിടെ എന്താ പറയുക, ഫിക്സഡ് ആണ് അല്ലേ? അപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിന് ഒരു വാക്ക് ടേമും കൂടി ഉണ്ട്, അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസസ് എന്നും കൂടി പറയും. പിന്നെ രണ്ടാമത്തെ ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ്. ഇൻ്റഗ്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്ന സെൻറ്റൻസ്. ഒരു എന്താ പറയുക, ഇപ്പോൾ ആർ യു കമ്മിങ് ടുമോറോ, നീ നാളെ വരുന്നുണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ ഫോമാറ്റ്. അതാണ് ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, എന്തെങ്കിലും എന്താ പറയുക, പ്ലീസ് സിറ്റ് ഡൗൺ, നീ അവിടെ ഇരിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് എ കമാൻഡ് ഓർ റിക്വസ്റ്റ്, അതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് നാലാമത്തെ. അതെന്താണ്? എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തോട് കൂടിയിട്ട് പറയുന്നത്. ഓ ബ്യൂട്ടിഫുൾ അല്ലേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. അപ്പോൾ ലാസ്റ്റിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വരണം. അതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇതാണ് സെൻറ്റൻസസ് ബൈ പേർപ്പസസ് എന്ന് പറയുന്നത്. പിന്നെ സെൻറ്റൻസസ് ബൈ സ്ട്രക്ചർ ഉണ്ട്. അതിൽ എത്ര എണ്ണുണ്ട്? 4 എണ്ണുണ്ട് അതിൽ. അപ്പോൾ ഏതൊക്കെയാണ്? സിമ്പിൾ സെൻറ്റൻസസ്. ആദ്യത്തെ അതിലെന്താ പറയുന്നത്? കണ്ടെയ്ൻസ് 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, എ കംപ്ലീറ്റ് തോട്ട് വിത്ത് സബ്ജക്റ്റ് പ്ലസ് പ്രെഡിക്കേറ്റ്. ഓക്കെ, അതാണ് സിമ്പിൾ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഷീ റൈറ്റ്സ് എവറി ഡേ, അവൾ എല്ലാ ദിവസവും എഴുതുന്നുണ്ട്. അത് സിമ്പിളാണ് അല്ലേ? അത്രേ പറയുന്നുള്ളൂ. ഒരു കുഞ്ഞു സെൻറ്റൻസ് അല്ലേ? അപ്പോൾ സിമ്പിൾ ആയിട്ട് വരുന്നത്. അതിൽ എന്താ പറയുന്നത്? 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഷീ റൈറ്റ്സ് എവറി ഡേ, ഒന്നും കൂട്ടാനോ ചേർക്കാനോ ഒന്നുമില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ കോമ്പൗണ്ട് സെൻറ്റൻസസ്. കണ്ടെയ്ൻസ് 2 or more ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ജോയിൻഡ്. ഒരു സെൻറ്റൻസസിനോട് ജോയിൻ ചെയ്ത് കൂട്ടി കഴിയുമ്പുന്ന ഒരു കോമ്പൗണ്ട് ആ വാക്ക് തന്നെ ഉണ്ട്, ജോയിൻഡ്. ബൈ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ് ആൻഡ്, ഓർ, ഫോർ, ബട്ട്, അങ്ങനത്തെ സോ ഇതൊക്കെ യൂസ് ചെയ്ത് കൂട്ടിച്ചേരുന്ന ഒരു സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ കൂടെ ഇപ്പോൾ ഷീ റൈറ്റ്സ് എവറി ഡേ എന്നതിൻ്റെ കൂടെ ഒരു ആൻഡ് കൂട്ടിയിട്ട് ഒരു സെൻറ്റൻസ് കൂടി യോജിപ്പിക്കാം. അപ്പോൾ എങ്ങനെ എനിക്ക് സെൻറ്റൻസ് വരിക? ഷീ റൈറ്റ്സ് എവറി ഡേ, ആദ്യത്തെ ആ സെൻറ്റൻസ് തന്നെ അതിൻ്റെ കൂടെ ആൻഡ് കൂടി ചേർക്കുക. ആൻഡ് ഷീ റീഡ്സ് അറ്റ് നൈറ്റ്. ഷീ റൈറ്റ്സ് എവറി ഡേ, എല്ലാ ദിവസവും അവൾ എഴുതുന്നുണ്ട്. പിന്നെ അവൾ എന്താ ചെയ്യുന്നത്? ഷീ റീഡ്സ്, രാത്രി അവൾ വായിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ജോയിൻഡ് ടുഗദർ, അതാണ് കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കോംപ്ലക്സ് സെൻറ്റൻസസ്. കണ്ടെയ്ൻസ് 1 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പോൾ എന്താ പറയുക? ഷീ റൈറ്റ്സ് എവറി ഡേ ബിക്കോസ് ഷീ ലവ് സ്റ്റോറീസ്. അവൾ എല്ലാ ദിവസവും എഴുതുന്നത് അവൾക്ക് സ്റ്റോറീസ് നോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ബിക്കോസ് ഒരു കാരണം വരുന്നുണ്ട്. അപ്പോൾ ഷീ റൈറ്റ്സ് എവറി ഡേ എന്നുള്ള ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ? നമ്മൾ ആദ്യം പഠിച്ചു. ബിക്കോസ് ഷീ ലവ് സ്റ്റോറീസ് എന്നുള്ള അവർ ഡിപ്പെൻഡൻ്റ് ആണ്. അവർ മറ്റേ സെൻറ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ആ വാക്ക് തന്നെ ഉണ്ട്. പിന്നെ നാലാമത്തെ കോമ്പൗണ്ട് ഓർ കോംപ്ലക്സ് സെൻറ്റൻസസ്. കണ്ടെയ്ൻസ് 2 or more ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് പ്ലസ് അറ്റ്ലീസ്റ്റ് 1 ഡിപ്പെൻഡൻറ്റ് ക്ലോസസ്. ഷീ റൈറ്റ്സ് എവറി ഡേ ആൻഡ് ഷീ റീഡ്സ് അറ്റ് നൈറ്റ് ബിക്കോസ് ഷീ വാണ്ട്സ് ടു ഇംപ്രൂവ് ഹർ സ്കിൽസ് അല്ലേ? അവൾ എല്ലാ ദിവസവും എഴുതുന്നുണ്ട് ആൻഡ് രാത്രി അവൾ വായിക്കുന്നുണ്ട്. അതിന് എന്താ റീസൺ? അതിനും ഒരു റീസൺ ഉണ്ട്. എന്താണ്? അവൾക്ക് അവളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതാണ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ്